എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഒരു 5 ദിവസം കൂടി കഴിഞ്ഞാൽ സത്ഫലങ്ങൾ ഉറപ്പിക്കാവുന്ന നക്ഷത്രജാതകരുണ്ട്. ഇവർ ഇതുവരെ അനുഭവിച്ച ദുരിതങ്ങളൊക്കെ മാറി ഇനി ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ഈ ദിവസം മുതൽ ഇവർക്ക് ലഭിക്കും. ഈ ദിവസത്തെ അസ്തമത്തിന് ശേഷം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ് ഈ നക്ഷത്രക്കാർക്ക്. ഗ്രഹസ്ഥാനങ്ങൾ വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ഭാഗ്യം ലഭിക്കുന്നത്. ഇനി ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും നിഷ്പ്രയാസം ഇവരുടെ കൈക്കുള്ളിലേക്ക് തന്നെ തേടിയെത്തുന്നത് നമുക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കും. 5 ദിവസങ്ങൾക്ക് ശേഷം ഭാഗ്യം തേടിയെത്തുന്ന നക്ഷത്രജാതകരെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് നോക്കാം. ഇടവം രാശിയിൽ പിറന്ന കാർത്തിക നക്ഷത്രക്കാർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് 5 ദിവസങ്ങൾക്ക് ശേഷം വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്ന ഇവർക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ളൊരു തൊഴിൽ ലഭിക്കുന്നു എന്നത് തന്നെയാണ്. ഇവർ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നന്മകൾക്ക് പ്രതിഫലമായിട്ട് നല്ല ഫലങ്ങൾ ഈ ദിവസം മുതൽ ലഭിച്ചു തുടങ്ങും. ചില അസുഖങ്ങൾ മൂലം ചികിത്സയിൽ കഴിയുന്നവർക്ക് രോഗശമനങ്ങൾ ഉണ്ടാകും. ആഗ്രഹങ്ങൾക്കനുസരിച്ച് തന്നെ പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതിനുള്ള തുടക്കം കുറിക്കുന്നൊരു ദിവസം കൂടിയാണ് വരുന്നത്. അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നടക്കാൻ ഇടയുണ്ട്. ഓഹരി വിപണിയിൽ ഉള്ളവർക്ക് നല്ല കാലമാണ് തുടങ്ങുന്നത്. ഇഷ്ടമുള്ള ആഹാര സാധനങ്ങൾ ഭക്ഷിക്കാനും സുഹൃത്തുക്കളോടും സഹോദരങ്ങളോടും ഒപ്പം നല്ല സമയങ്ങൾ ചിലവഴിക്കാനും ഈ ദിവസം മുതൽ സാധിക്കും. പൊതുപ്രവർത്തകർക്ക് ആദരവ് ലഭിക്കും. തൊഴിൽ ബന്ധിയായി തടസ്സങ്ങൾ ഉണ്ടാകും. പിടിച്ചു നിൽക്കാൻ പറ്റും. ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സം കൂടാതെ നടക്കും. പുനർവിവാഹം വേണ്ടവർക്ക് ആലോചനകൾ തുടങ്ങാം. ചിലവുകൾ കുറഞ്ഞു തുടങ്ങും. വിദ്യാഭ്യാസത്തിന് വായ്പാ ക്ലേശങ്ങൾ ഉണ്ടാകും. ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരും. ഭൂമി, വാഹനങ്ങൾ തുടങ്ങിയവയുടെ കച്ചവടം നടത്താനും നല്ല സമയമാണ്. ഇടവക്കൂറിലെ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രജാതകർ ദോഷശാന്തിക്ക് വിദ്യാർത്ഥികൾ വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാരാജഗോപാല മന്ത്രപുഷ്പാഞ്ജലിയും മറ്റുള്ളവർ ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രപുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കണം. ഇനി മിഥുനക്കൂറിൽ മകയിരം നക്ഷത്രജാതകർ 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. ചിലവുകൾ കുറഞ്ഞു തുടങ്ങും. പലവിധ ഐശ്വര്യങ്ങൾ, സ്ഥാനമാനങ്ങൾ ഇവയുണ്ടാകും. തൊഴിൽ രംഗം മെച്ചപ്പെടും. പുതിയ തൊഴിൽ തുടങ്ങുന്നവർക്കും ജോലി തേടുന്നവർക്കും അനുകൂല കാര്യമാണ്. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനാകും. അഗ്നി മൂലമുള്ള അപകടങ്ങൾ വിട്ടൊഴിയും. കാര്യതടസ്സങ്ങളും വിട്ടൊഴിയും. ശരീരക്ഷീണം കുറഞ്ഞു തുടങ്ങും. പ്രമേഹത്തിൻ്റെയും രക്തസമ്മർദ്ദത്തിൻ്റെയും ഏറ്റക്കുറച്ചിലുകൾ സൂക്ഷിക്കണം. നല്ല വാക്കുകൾ കൊണ്ട് പല കാര്യങ്ങളും നേടാൻ ശ്രമിക്കുന്നവർ വിജയിക്കും. സ്ഥിരം ജോലിയുള്ളവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നൂതന വസ്ത്രങ്ങൾ ലഭ്യമാകും. ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങളൊക്കെ മാറിത്തുടങ്ങും. ധനകാര്യ പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടവർക്ക് അതും മാറും. പിതാവിന് ഉണ്ടായിരുന്ന അസുഖങ്ങളോ രോഗാരിഷ്ടതകളൊക്കെ മാറുന്നതോടുകൂടി കുറച്ച് ആശ്വാസം കണ്ടു തുടങ്ങും. വാഹനങ്ങൾ കൈമാറ്റം ചെയ്യാൻ നല്ല സമയം തന്നെ. വിദ്യാർത്ഥികൾ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ
കൂടുതൽ ശ്രദ്ധിക്കുക. വിജയസാധ്യത ഇവരുടെ ഒപ്പമായതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഭഗവതി ക്ഷേത്രത്തിൽ അശ്വാരൂഢ മന്ത്രപുഷ്പാഞ്ജലിയും ത്രിമധുര നിവേദ്യവും നടത്തി പ്രാർത്ഥിച്ചാൽ ഇവർക്ക് വിജയസാധ്യതകൾ ഏറെയാണ്. ഇനി നമുക്ക് കർക്കിടകക്കൂറിൽ പിറന്ന പുണർദം 4-ാം പാദം പൂയം ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. എല്ലാ മേഖലകളിലും വിജയസാധ്യതകൾ അടുത്ത 5 ദിവസത്തിന് ശേഷം ഇവർക്കൊപ്പമാണ്. പ്രാർത്ഥനകൾക്ക് ഫലം കാണും. സുഖശയനോപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും. സാമ്പത്തിക രംഗം മെച്ചപ്പെടും. വീട്ടിലെ അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങും. ശത്രുക്കളുടെ ശക്തിയും കുറയും. സഹായികളുമായിട്ട് കലഹങ്ങൾ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കണം. ചിലവുകൾ നിയന്ത്രണങ്ങൾക്കൊപ്പമായിരിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. സന്താനങ്ങളെ കൊണ്ട് സമാധാനം ലഭിക്കും. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. കീഴ്പ്രവർത്തകരെ കൊണ്ട് ആജ്ഞാശക്തിയോടെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടും വരും. സുഗന്ധദ്രവ്യങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കും. കാൽമുട്ടുവേദന, കൊളസ്ട്രോൾ, അൾസർ തുടങ്ങിയ അസുഖങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിക്കണം. ദാമ്പത്യ ബന്ധങ്ങൾ ഇണങ്ങിയും പിണങ്ങിയും ഇരിക്കും. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കേണ്ടതായിട്ട് വരും. വ്യവഹാരങ്ങളിൽ വിജയം വരിക്കും. പുതിയ വാഹനങ്ങൾ വാങ്ങാൻ നല്ല സമയമാണ്. പക്ഷികളുടെ ഉപദ്രവം ഏൽക്കാൻ സാധ്യതയുള്ളതുകൊണ്ടൊരു ശ്രദ്ധ വേണം. അധ്യാപകർ അപവാദം കേൾക്കാതെയും സൂക്ഷിക്കണം. ഇവർ ദോഷശാന്തിക്ക് ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമന്ത്ര സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ചിങ്ങക്കൂറിലെ മകം പൂരം ഉത്രം 1-ാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പലവിധ സൗഭാഗ്യങ്ങൾ തേടി വരുന്ന ദിവസങ്ങളാണ് ഇവർക്ക്. കോപങ്ങൾ നിയന്ത്രിക്കുകയും ശരവാക്കുകൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് ഒരുപാട് നേട്ടങ്ങൾ ഇവർക്ക് സമ്മാനിക്കും. സുഖ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. കർമ്മമണ്ഡലം മെച്ചപ്പെടും. സ്വയം തൊഴിൽ ചെയ്യുന്നവർ കൂടുതൽ മുതൽ മുടക്ക് നടക്കുന്നത് നല്ലതാണ്. നാൽക്കാലി വളർത്തുന്നവർക്കും നാൽക്കാലി കച്ചവടക്കാർക്കും നല്ല സമയമാണ്. പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും നല്ല കച്ചവടം കിട്ടും. ആഭരണ കച്ചവടക്കാർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും നല്ല കാലമാണ്. വാദബുദ്ധിയായ അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സ ചെയ്യണം. പല സുഖ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. ബന്ധനാവസ്ഥ വരെ ഉണ്ടാകും. അപമാനത്തിൽ നിന്ന് കരകയറാൻ സാധിക്കും. പുതിയ തൊഴിലിനായിട്ട് ശ്രമിക്കുന്നവർക്ക് ഫലം കാണും. വിദേശത്ത് ജോലിയുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം. പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവർക്കും കമിതാക്കൾക്കും വിവാഹത്തിനായി ശ്രമിച്ചാൽ ഗുണം ചെയ്യും. മക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാനും ഒന്ന് ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവന് ധാര കഴിക്കുകയും ഭഗവതിക്ക് ഐക്യമന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറെ ഗുണം ചെയ്യും. ഇനി നോക്കാം കന്നിക്കൂറിൽ ജനിച്ച ഉത്രം നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ. അത്തം ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കിട്ടാനുള്ള തുക ഡിസംബർ 25-ന് ലഭിക്കുന്നത് ഇവർക്ക് ഏറെ ആശ്വാസം നൽകും. ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു തീർക്കാനും സാധിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞു തുടങ്ങും. പോലീസ് കേസുകളിൽ അകപ്പെടാതെ ശ്രദ്ധിക്കണം. രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് പോലീസ് കേസുകളിൽ ഉൾപ്പെടാനുള്ള സാധ്യത ഈ സമയത്ത് കൂടുതലാണ്. പ്രായോഗിക ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും നേടാൻ സാധിക്കും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. വിവാഹമോചന കേസുകൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കണം. പഴകിയ രോഗങ്ങൾക്ക് സമാധാനം കിട്ടും. അഗ്നി കൊണ്ടുള്ള ജോലികളിൽ പ്രത്യേക ശ്രദ്ധ വേണം. സ്നേഹിതന്മാരുമായും ബന്ധുജനങ്ങളുമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം. പുതിയ ഗൃഹനിർമ്മാണത്തിന് പറ്റിയ സമയമാണ്. ഭൂമിയുടെ കച്ചവടങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നടക്കും. വലിയ ലാഭം ഈ സമയത്ത് പ്രതീക്ഷിച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങാതിരിക്കാൻ കന്നിക്കൂറിലെ ഉത്രം അത്തം ചിത്തിര നക്ഷത്രക്കാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കെമിക്കലുകൾ ഉപയോഗിച്ച് പ്രവർത്തനം നടത്തുന്ന ബ്യൂട്ടീഷ്യന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. കയ്യിൽ അലർജിക്ക് സാധ്യതയുള്ളൊരു സമയമാണ്. വിദ്യാഭ്യാസത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന തടസ്സക്ലേശങ്ങൾ മാറി
വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ വിജയത്തിൽ എത്താനും സാധിക്കും. കന്നിക്കൂറിലെ 3 നക്ഷത്രക്കാരും ദോഷശാന്തിക്കായിട്ട് ഗണപതി ഹോമം കഴിക്കുകയും ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന കഴിപ്പിച്ച് പ്രാർത്ഥിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം.